I know that this being a weekday, especially the first day of the working week, many of you have actually taken that special effort to be here. So I want to take a moment to thank each one of you for coming over here and നാം ചിന്തിക്കുന്ന ഈ വിഷയം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് അത് കാരണമായി തീരട്ടെ. ഞാൻ ആദ്യം ഒരു വാക്യം വായിച്ചുകൊണ്ട് ഈ തീമിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 17, യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നത് കേൾക്കാം. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവമക്കളായ നമുക്ക് അറിയേണ്ട ഒരു വസ്തുതയാണ്, നമ്മുടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. ഗോഡ് ഈസ് ഓൾവേസ് അറ്റ് വർക്ക്. ഉൽപ്പത്തിയിൽ ആ ക്രിയേഷൻ അക്കൗണ്ട് കഴിഞ്ഞിട്ട് ദൈവം വിശ്രമിച്ചു, അല്ലെങ്കിൽ ഗോഡ് ടുക്ക് റെസ്റ്റ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദാറ്റ് റെസ്റ്റ് ഈസ് ഓൺലി അബൌട്ട് ഹിസ് ക്രിയേഷൻ. എന്നാൽ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്ന ഒരു സത്യം, ഗോഡ് ഈസ് ഓൾവേസ് അറ്റ് വർക്ക്. ഈ വായിച്ച വേദഭാഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന കാര്യം, എൻ്റെ പിതാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും, പരിശുദ്ധ ആത്മാവും ഈ ലോകത്തിൽ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ചോദിക്കുവാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്? വാട്ട് ഈസ് ഗോഡ്സ് വർക്ക്? ദൈവത്തിൻ്റെ വേല എന്താണ് എന്നൊരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ അതിന് പല രീതിയിലുള്ള ആൻസേഴ്സ് നമുക്ക് പറയുവാൻ സാധിക്കും. ദൈവം നമ്മെ കാക്കുന്നു. യെസ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ഗോഡ് ഡസ്. ദൈവം നമ്മെ പരിപാലിക്കുന്നു. ഗോഡ് ടേക്സ് കെയർ ഓഫ് us. ഗോഡ് ലിസൺസ് ടു അവർ പ്രേയേഴ്സ്. ഗോഡ് ഗൈഡ്സ് us. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. എന്നാൽ നാം ഈ ഒരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ, വാട്ട് ഈസ് ഗോഡ്സ് പ്രൈമറി വർക്ക് ഇൻ ദ വേൾഡ്? ഈ ലോകത്തിൽ ദൈവം ചെയ്യുന്ന പ്രധാനമായ ജോലി എന്താണ്, പ്രവർത്തനം എന്താണ് എന്നുള്ള ചോദ്യം ചോദിക്കുവാണെങ്കിൽ വേദപുസ്തകം വ്യക്തമായിട്ട് അതിന് നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സോ ലെറ്റ് മീ ഫസ്റ്റ് സേ, maybe we'll just read those 2 verses. Colossians chapter 1 verse 20. Colossians 1:20 and 2 Corinthians chapter 5 verse 19. ഈ 2 വാക്യങ്ങളും ഒന്ന് നമുക്ക് ആദ്യം വായിക്കാം. Colossians 1:20. Yeah. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കാനും പിതാവിന് പ്രസാദം തോന്നി. അതുപോലെ തന്നെയും 2 കൊരിന്ത്യർ 5:19 വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഇവിടെ വായിച്ച കൊലോഷ്യൻസ് ചാപ്റ്റർ 1 കാണുന്ന ഒരു കാര്യം, ഗോഡ് ഈസ് റിക്കൺസൈലിംഗ് ഓൾ തിങ്സ് അൺടു ഹിംസെൽഫ്. നമുക്കറിയാം, ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചതൊക്കെയും തന്നെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ്. God created everything for His glory and also to worship Him. എന്നാൽ ഈ ലോകത്തിൽ പാപം കടന്നു വന്നതും കൊണ്ട് ആ സൃഷ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്, God's greatest desire is that His creation will know Him and will glorify Him. അതുപോലെ ആ വാക്യം കൂടെ ഒന്ന് വായിച്ചേ സഹോദര. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19. 2 കൊരിന്ത്യർ 5:19. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. God reconciling the world unto Himself.
ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ലോകം എന്ന് പറയുന്നത് ലോകത്തിലുള്ള ജനങ്ങളാണ്. ലോകത്തിലുള്ള ജനങ്ങളെ ദൈവം ക്രിസ്തുവിൽ കൂടെ തന്നോട് നിരപ്പിക്കുന്നു. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ദൈവം ഈ ലോകത്തിൽ തന്നിൽ നിന്ന് അകന്നുപോയ സൃഷ്ടിനെ തന്നോട് ഒപ്പം ചേർക്കുന്ന ആ വലിയ ഒരു പരിപാടിയാണ് നാം അറിയുന്നത് ദ പ്ലാൻ ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിൻ്റെ ആ ഒരു പ്രവൃത്തി, ദ പ്ലാൻ ഓഫ് റിഡംഷൻ. പ്രിയപ്പെട്ട ദൈവജനമേ, വേദപുസ്തകം നാം ഉൽപ്പത്തി തുടങ്ങി ഈ വെളിപ്പാട് വരെയുള്ള ഈ കാര്യങ്ങളെല്ലാം നാം ചേർത്ത് പിടിച്ച് വായിക്കുവാണെങ്കിൽ ചരിത്രം എങ്ങോട്ടാണ് പോകുന്നത്, വേർ ഇസ് ഹിസ്റ്ററി ഹെഡിങ് ടുവേർഡ്സ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. God who created the heavens and earth, who wanted to be the ruler of the entire universe, who wanted to be the king of the kings, will eventually one day be enthroned. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും നാം വായിക്കുന്നത് one day every knee shall bow and every tongue will confess that Jesus Christ is what? Lord. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആ പ്രവൃത്തി എന്ന് പറയുന്നത് ദ പ്രൈമറി ടാസ്ക് ഓഫ് വാട്ട് ദ ലോർഡ് ഇസ് ഡൂയിങ് ടുഡേ, ഇന്ന് ഈ ലോകത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ദ പ്ലാൻ ഓഫ് റിഡംഷൻ. പ്രിയപ്പെട്ടവരെ, ഒരു ലാറ്റിൻ വേർഡാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്, മിസ്സിയോ ഡേ എന്ന് പറയുന്ന ഒരു വാക്ക്. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ മിഷൻ ഓഫ് ഗാഡ് എന്ന് പറയാറുണ്ട്. ദൈവത്തിൻ്റെ ദൗത്യം, അല്ലെങ്കിൽ ദൈവം ഈ ലോകത്തിൽ ചെയ്യുന്ന തൻ്റെ മിഷൻ. ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും എൻ്റെ ശുശ്രൂഷയാണെന്ന്, ഇത് എൻ്റെ സഭയാണെന്ന്, അല്ലെങ്കിൽ ഇത് എൻ്റെ സൺഡേ സ്കൂളാണെന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇത് എൻ്റെ ഒരു പ്രവർത്തന മേഖലയാണെന്നൊക്കെ. ബട്ട് ഐ വാണ്ട് ടു വെരി ജെന്റ്ലി റിമൈൻഡ് ഓൾ ഓഫ് us, നമുക്കെന്ന് പറഞ്ഞൊരു മിഷൻ ഇല്ല കേട്ടോ. നമുക്കെന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ മിഷൻ ഇല്ല. ദൈവത്തിന് വേണ്ടി ദൈവം ചെയ്യുന്ന മിഷൻ മാത്രമേ ഉള്ളൂ. There is only one mission in the whole world, and that mission is done by God himself. ദൈവമാണ് തൻ്റെ പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ദൈവജനമായ നമുക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏക ഒരു പ്രിവിലേജ് എന്തെന്ന് വെച്ച് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഈ ദൈവത്തോട് കൂടെ ചേർന്ന് അവൻ്റെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. We are only called to be his co-workers. We are only called to be his co-laborers. അപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും നമുക്ക് വേണ്ടി ഒരു മിഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ദൈവം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവൻ്റെ കൂടെ ചേർന്ന് നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ചിലപ്പോൾ മേ ബി നോ ഔട്ട് ഓഫ് അവർ സിംപ്ലിസിറ്റി ഓർ ഔട്ട് ഓഫ് ഇഗ്നോറൻസ് ചില സമയങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ കർത്താവിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെയുള്ള ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ദൈവം മനുഷ്യനോട് ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യണം? ഒരിക്കലുമില്ല. അതിന് പകരം ദൈവം തൻ്റെ പ്രവർത്തനം എന്താന്നുള്ളത് വെളിപ്പെടുത്തി നമുക്ക് വേണ്ടി അതിൽ വെച്ചിരിക്കുന്ന പങ്ക് എന്താന്നുള്ളതും വ്യക്തമായിട്ട് പറഞ്ഞിട്ട് നമ്മളോട് പറയും, ഇത് നീ എനിക്ക് വേണ്ടി ചെയ്യാമോ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതല്ല ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്ന പ്രവൃത്തി. ഒരുപക്ഷെ നമ്മൾ ഹോബി എങ്ങനെ ചെയ്യാം, അല്ലേ? നമുക്കൊക്കെ ഹോബീസ് ഉണ്ട്. സ്റ്റാമ്പ് കളക്ഷനൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലും പല ഹോബീസ് ഉണ്ട്. ഹോബീസൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. മേ ബി വി ക്യാൻ ഈവൻ ചൂസ് അവർ പ്രൊഫഷൻ, ബട്ട് വി ഡോണ്ട് ചൂസ് അവർ മിഷൻ. We don't get an opportunity to choose our mission.
ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കി, ദൈവമേ നിന്റെ കൂടെ ചേർന്ന് ഞാൻ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ പ്രവർത്തനം എന്താണ്? 1 Corinthians chapter 3 verse 9. That is the theme verse for the Bible study series. ഈ 4 ദിവസങ്ങളിൽ നാം ചിന്തിക്കുവാനിരിക്കുന്ന കാര്യത്തിൻ്റെ അതിൻ്റെ ഒരു തീം വേഴ്സായിട്ടാണ് 1 Corinthians chapter 3 verse 9 ഉള്ളത്. For we are God's fellow workers. പൗലോസ്തലൻ തന്നെക്കുറിച്ചും തൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ കുറിച്ചും രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: വി ആർ ഹൂ? ഗോഡ്സ് ഫെലോ വർക്കേഴ്സ്. മലയാളത്തിൽ കൂടെ വായിക്കാമോ? 1 കൊരിന്ത്യർ 3:9. Yes. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയില്ലേ, വേല ആരുടേതാണ്? ദൈവത്തിൻ്റെ ആണ്. ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ദൈവമാണ്. നാം അവൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നവർ മാത്രമേ. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ദൈവത്തിൻ്റെ വേലക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ചില പ്രീ ഓക്യുപ്പൈഡ് ഐഡിയാസ് ഉണ്ട്. ആരാണ് ദൈവത്തിൻ്റെ വേലക്കാർ? ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുള്ളത് ദൈവത്തിൻ്റെ വേലക്കാരെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു മിഷണറി വിളി ലഭിച്ചവരാണ്, അല്ലെങ്കിൽ പൂർണ്ണ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചവരാണ് വേലക്കാര് എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് പലപ്പോഴും എവിടുന്നോ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നാം എന്തോ പറയുന്നത്, ചിലപ്പോൾ സുവിശേഷ വേലക്കാരെ കാണുമ്പോൾ അവരെ നമ്മൾ പറയുന്നത് ദൈവദാസന്മാർ. നമ്മളെല്ലാവരും ദൈവദാസന്മാരല്ലേ? ചിലപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇവർ കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ. നാം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരല്ലേ? ഞാൻ ഒരു വാക്യം ഇവിടെ ചൂണ്ടിക്കാണിക്കട്ടെ പ്രിയപ്പെട്ടവരെ. റോമാലേഖനം അതിൻ്റെ റോമൻസ് ചാപ്റ്റർ 16 വേഴ്സ് 3, റോമൻസ് ചാപ്റ്റർ 16 വേഴ്സ് 3, അവിടെ നാം കാണുന്ന ഒരു വാക്യമുണ്ട്. ഇത് അക്കില്ലേനെയും പ്രിസില്ലേനെയും കുറിച്ച് പൗലോസ് പറയുന്ന വാക്യങ്ങളാട്ടോ. ഗ്രീറ്റ് പ്രിസില്ല ആൻഡ് അക്കില്ല, മൈ കോ വർക്കേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അക്കില പ്രിസില്ല ആരായിരുന്നു? ഒരുപക്ഷെ പൗലോസിനെ പോലെ നാം അക്കില്ലേനെയും പ്രിസിലേയും കാണത്തില്ല. ഒരുപക്ഷെ പൗലോസിനെ വേണമെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരു മിഷണറിയാന്ന് പറയും, ഒരു പൂർണ്ണ സുവിശേഷ വേലക്കാരനാന്ന് പറയും. എന്നാൽ ഇവിടെ കൂടാരപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിനെ കുറിച്ച് പൗലോസ് എഴുതുമ്പോൾ പറയുവാണ്, ദേ ആർ മൈ കോ വർക്കേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. എൻ്റെ കൂട്ടുവേലക്കാരാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ കൂട്ടുവേല ചെയ്യുന്നത് പോലെ ഇവരും ആരാണ്? കൂട്ടുവേലക്കാരാണ്. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദിസ് ഈവനിങ്, if there is anyone here, if you consider you are a second class Christian, or if you think in the missionary sense your role is secondary, I want you to correct your understanding on the basis of God's word. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തുടങ്ങി നമ്മളെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്, ഞാനും കർത്താവിനോട് കൂടെ ചേർന്ന് കർത്താവ് ചെയ്യുന്ന മഹത്വമേറിയ ആ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. Let me also take some time to talk about, God's pattern of working in the world. ലോകത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന ഒരു രീതിയെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. ദൈവത്തിൻ്റെ രീതി എന്താണ് ഈ ലോകത്തിൽ? ഞാൻ ഇങ്ങനെ പറയട്ടെ, തൻ്റെ പ്രവർത്തന മേഖലയിൽ ദൈവത്തിന് എപ്പോഴൊക്കെയും ഒരു ആവശ്യമുണ്ടോ, ദൈവത്തിന് എപ്പോഴൊക്കെയും ഒരു വേല ചെയ്ത് തീർപ്പാനുണ്ടോ, ആ സമയം ദൈവം ചെയ്യുന്ന എന്താണെന്നറിയോ? ദൈവം തൻ്റെ മക്കളെയാണ് അന്വേഷിക്കുന്നത്. തൻ്റെ മക്കളെയാണ് ദൈവം അന്വേഷിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ആരാന്നുള്ളത് മനസ്സിലാക്കിയവർ, ഈ കർത്താവിനെ ആരാധിക്കുന്നവർ, അവരോടാണ് ദൈവം
തൻ്റെ ഉള്ള്, തൻ്റെ മനസ്സ് തുറന്ന് പറയുന്നത്. ഒരു വാക്യം നമുക്ക് വായിക്കാം. എസെക്കിയേൽ 22 അധ്യായത്തിൻ്റെ 30 വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഐ ലുക്ക്ഡ് ഫോർ സമൺ അമോങ് ദം. അവരുടെ ഇടയിൽ നിന്ന് ഞാൻ ഒരാളെ എന്ത് ചെയ്തു? അന്വേഷിച്ചു. വായിക്കാമോ ബ്രദറെ മലയാളത്തിലത്? യെഹെസ്കേൽ 22:30. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. അവരുടെ ഇടയിൽ അന്വേഷിച്ചു. ആരുടെ ഇടയിൽ? ലോകക്കാരുടെ ഇടയിലല്ല. ദൈവം താൻ വിളിച്ച് ദൈവജനത്തിന്റെ ഇടയിൽ. അതുപോലെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു പുരുഷൻ എന്ന് പറയുന്നത് ആണിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു വാക്കല്ല. ഒരു പേഴ്സൺ. ഐ ലുക്ക്ഡ് ഔട്ട് ഫോർ എ പേഴ്സൺ അമോങ് ദം who will understand, know me, who will be willing to yield themselves so that they can fulfill what I have planned. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയൊരു പ്രിവിലേജ് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഈ IT ഫീൽഡിലൊക്കെ, ഇപ്പം അല്ല ആ കാലത്തിലൊക്കെയും IT ഫീൽഡിലൊക്കെ ആരെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ, നല്ല വലിയ കമ്പനിയിൽ, പേരെടുത്ത കമ്പനിയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ അവർ പറയും ഞാൻ IBM-ലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ കോഗ്നിസെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തോ പറഞ്ഞാൽ ഇപ്പം പറയും ഞാൻ വാൾമാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഗൂഗിളിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ചെറിയൊരു സ്റ്റാർട്ടപ്പിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ പേരെന്ത് ചെയ്യില്ല, അവർ പറയത്തില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ലോകത്ത് ഇതുപോലെ ഈ രീതിയിലുള്ള ഒരു പ്രോജക്റ്റും ഈ ലോകത്തിൽ ഇതുവരെ വന്നിട്ടില്ല. കർത്താവ് ഈ ലോകത്തിൽ ചെയ്യുന്നത് പോലെ ഈ മഹത്വമേറിയ ഒരു ജോലിയെ പോലെ ഇതുവരെയും ലോകത്ത് ഒരു കമ്പനിയും ഈ ലോകത്തിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവ് ചെയ്യുന്ന മഹത്വമേറിയ ഈ പ്രോജക്റ്റിൽ ഒരു പങ്കായി തീരുവാനുള്ള വിളി നമുക്ക് കിട്ടുന്നത്, ഇസ് ദാറ്റ് നോട്ട് എ പ്രിവിലേജ്? ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇല്ലേ, രാജാക്കന്മാരൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഈ രാജ്യത്തിൻ്റെ രാജാവ് എവിടുന്നോ ഒന്ന് ഒരു യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുക, എന്നിട്ട് എയർപോർട്ട് വന്ന് ചേരുമ്പോൾ അന്ന് നമ്മളെ വിളിച്ചിട്ട് പറയുവാണ്, സഹോദര, എന്നെ എയർപോർട്ടിൽ നിന്ന് ഞാൻ താമസിക്കുന്ന അരൺമനയിലോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കാർ ഓടിച്ച് വരണം എന്ന് പറയുവാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വുഡ് യു നോട്ട് കൺസിഡർ ദാറ്റ് ആസ് എ പ്രിവിലേജ്? യെസ്, ഇറ്റ് ഈസ് ഡ്രൈവിംഗ്. യെസ്, ഇറ്റ് ഈസ് ഡ്രൈവിംഗ്. ബട്ട് വുഡ് യു നോട്ട് കൺസിഡർ ദാറ്റ് ആസ് എ പ്രിവിലേജ്? യെസ്. കാരണം എന്താ അറിയോ, ഈ രാജാവിന് എത്രയോ പേരുണ്ട്. ഈ രാജാവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, പറയേ വേണ്ട, പറയാതെ തന്നെ ഈ രാജാവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി ചെയ്തു കൊടുക്കുവാൻ എത്രയോ ആയിരങ്ങൾ ഉള്ളപ്പോൾ രാജാവ് ഒരു വ്യക്തിയെ നമ്മെ വിളിക്കുന്നു എന്ന് പറയുന്നത്, ഇസ് ദാറ്റ് നോട്ട് എ പ്രിവിലേജ്? ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവം തൻ്റെ ശുശ്രൂഷയിൽ, ഈ ലോകത്തിൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയിൽ നമുക്ക് ഒരു വിളി കൊടുക്കുന്നത് തന്നെയും ഒരു വലിയ പ്രിവിലേജാണ്. കാരണം എന്തോന്നറിയോ, കോടിക്കണക്കിനുള്ള ഏഞ്ചൽസ്, the seraphs, the cherubims, or all the heavenly host, അവരൊക്കെയും കർത്താവ് പറയുന്ന ഒരു കാര്യം ചെയ്യുവാൻ അത്രയും ആഗ്രഹിച്ച് ഉള്ളപ്പോൾ മനുഷ്യരായ നിങ്ങളെയും എന്നെയും ദൈവം തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മോട് പറയുന്നു എന്ന് പറയുമ്പോൾ അത് എന്തൊരു വലിയ ഭാഗ്യമാണ് നമുക്കെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് അറിയുന്ന ഒരു വേദഭാഗമാണ് Isaiah chapter 6 verse 8. And I heard the voice of the Lord saying, whom shall I send and who will go for us? Whom shall I send? Who will go for us? നമുക്ക് വേണ്ടി ആർ പോകും? ശരിക്കും പറഞ്ഞാൽ ഈ വേദഭാഗം വായിച്ചു നോക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ, ഈ വിളി ആര് കേൾക്കാൻ വേണ്ടിയാണ് നീ വിളിക്കുന്നത്? Who shall go for us? Whom shall I send? എന്താണ്? ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഒരു കാര്യം നടക്കാനുള്ള ആഗ്രഹം ദൈവത്തിനുണ്ട്. അതിനു വേണ്ടി ദൈവം
ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളിൽ ആര് ഉണ്ട്? ദിസ് ഈവനിങ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ തീം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്? Why are we thinking about this theme today? You know, I just want to remind you, there is still so much the Lord wants to do here on this earth. ഈ ലോകത്തിൽ ദൈവം ഇപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. We live in a broken world. We live in a broken world. Sometimes, you know what? We are not able to see the broken world because we have closed our eyes. We are not able to hear the cries of the world because, our ears have become deaf. പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് പോലും നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്, പ്രിയപ്പെട്ടവരെ, we have intentionally closed our eyes and our ears to the voice of God. There is still much the Lord wants to do. There is still much the Lord wants to do here on this earth. Who is there for him? Who is there for him? എനിക്ക് ബാക്കിയുള്ള സമയം പെട്ടെന്ന് ഓടിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ നിന്ന് തന്നെയും നാളെ കഴിഞ്ഞുള്ള ദിവസങ്ങളിലൊക്കെയും പുതിയ നിയമത്തിലോട്ടും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഈ തീമിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കടന്നു വരാം. But today I want to limit to the Old Testament. How do I understand what God wants me to do in His mission? ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ദൈവം ഞാൻ എന്ത് ചെയ്യണം, അവൻ്റെ ആ ആഗ്രഹത്തിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കി പങ്കെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ മനസ്സില്ലെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നതൊക്കെയും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. Again, let me say this. ഈ ഒരു ആഗ്രഹമില്ലെങ്കിൽ, ഏതാഗ്രഹം? ദൈവം എന്നിൽ കൂടെ ചെയ്ത് തീർക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താന്നുള്ളത് മനസ്സിലാക്കുവാനുള്ളൊരു മനസ്സ് നമുക്ക് ഇല്ലെങ്കിൽ ഇനി ഞാൻ പറയുന്നതൊക്കെയും ഒരു പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല. Only if you have this desire, Lord, I don't want to waste my life. ദൈവമേ, എൻ്റെ ജീവിതം ഈ ലോകത്തിൽ ഞാൻ പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to waste my life. I often think about this. You know what? A lot of people, they waste their life in trivial pursuits. ഈ ലോകത്തിൻ്റെ നമ്മൾ കഴിഞ്ഞ ആഴ്ച മൊത്തം കൺവെൻഷൻ്റെ സമയത്ത് പത്രോസിൻ്റെ എഴുതിയ ആ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൽ പത്രോസ് പറയുന്ന ഒരു കാര്യമാണ്, നാം ഈ കാണുന്നതൊക്കെയും കർത്താവിൻ്റെ വരവ് ഇന്നുണ്ടാകുവാണെങ്കിൽ ഇതെല്ലാം അവസാനിക്കാനുള്ള ഒരു കാര്യമാണ്. If you keep that in your mind, you know what? Then you realize, you know what? This life cannot be wasted. ഈ ഒരു ജീവിതം ചെറിയ എന്തോ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ സാധിച്ചെടുത്ത് കളയാനുള്ളതല്ല ഈ ജീവിതം എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. ഞാൻ ഒരു പ്രാവശ്യം ലണ്ടനിലുള്ള വലിയൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ 2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ചില വലിയ മോണുമെന്റ്സ്, ഹ്യൂജ് മോണുമെന്റ്സ്, സം ഓഫ് ദം ആർ സോ പ്രഷ്യസ്. ഐവറിയും കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്, ഫുള്ളി ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്, അതുപോലെ തന്നെയും കല്ലുകൾ കൊണ്ടൊക്കെയും കെട്ടിപ്പണഞ്ഞ് മഹത്വമായ മോണുമെന്റ്സ് അവിടെ ആ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ താഴെ ഉണ്ടല്ലോ, ഇത് എവിടുന്ന് വന്നതാണ്, ഏത് കാലഘട്ടത്തിൽ നിന്നുള്ളതാണെന്നൊക്കെയും ഒരു ചെറിയ ഇൻസ്ക്രിപ്ഷൻ കൂടെ അവർ വെച്ചിട്ടുണ്ട്. ഞാൻ ചില സമയങ്ങളിലൊക്കെയും ചില പ്രാവശ്യമൊക്കെയും ഇതിൻ്റെ താഴെ പോയപ്പോൾ അതിൻ്റെ താഴെ ഉള്ള ആ ഒരു എന്താ അത് എവിടുന്നാന്നുള്ളത് നോക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാനത് അകത്തോട്ട് നോക്കിയപ്പോൾ, അടുത്ത് നോക്കിയപ്പോൾ അവിടെ ചോദ്യചിഹ്നങ്ങൾ കാണാം.
ഇന്നാരുടേതായിരുന്നോ എന്ന് പോലും ഉറപ്പ് വരുത്താൻ പറ്റാത്ത ഒരു മോണമെന്റ്. ഒരു പക്ഷെ ഞാൻ ചിന്തിക്കുമായിരുന്നു, ജീവിച്ച കാലത്തിൽ എന്തൊക്കെ ചിന്തിച്ച് കാണും. ഈ ഒരു മോണമെന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി, അവരുടെ പേര് ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും നിലനിർത്തുവാൻ വേണ്ടി അവർ ചെയ്ത ശ്രമം എന്തൊക്കെയായിരുന്നു കാണും. എന്നാൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ, ചില നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇത് ആരുടേതാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. We need to think about it. Don't waste your life. ജോൺ പൈപ്പർ എന്ന് പറയുന്ന ദൈവദാസൻ ചില വർഷങ്ങൾക്ക് മുമ്പേ പ്രസംഗിച്ച ഒരു പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങളത് കേൾക്കണം. ടൈറ്റിൽ ഇതാണ്, ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ് എന്നുള്ളത് അടിച്ചു നോക്കിയിട്ട് ജോൺ പൈപ്പർ എന്ന് അടിച്ചാൽ മതി. യു വിൽ കം അക്രോസ് that amazing challenging sermon that literally strips you in the light of eternity. ദൈവമക്കളെ, നമ്മുടെ പങ്ക് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓടിച്ചിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് പഴയ നിയമത്തിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലോട്ടാണ്. പരിചയമുള്ള വ്യക്തിയാണ് മോശ. 40 വർഷക്കാലം അരൺമനയുടെ എല്ലാ ലക്സുറി, ഓൾ ദ ബെസ്റ്റ് ട്രെയിനിങ് ഹാഡ്. അതിനപ്പുറം നടന്നത് നമുക്കറിയാം. Then the next 40 years, okay, here is a man who had settled for a average life. ഞാൻ എങ്ങനെ പറയട്ടെ, ഒരു പക്ഷേ ആദ്യത്തെ 40 വർഷങ്ങളിൽ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉണ്ടായി കാണും. സ്വപ്നത്തിൻ്റെ ഒരു കാര്യം അവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, പുറപ്പാട് 2-ാം അധ്യായത്തിൽ. അത് പിന്നെ വന്ന് പുതിയ നിയമത്തിൽ പറയുമ്പോൾ തൻ്റെ ജനത്തിൻ്റെ തലവനായി ഇവരെ വിടുവിപ്പാനുള്ള ആഗ്രഹം മോശയ്ക്ക് അന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ചില കാര്യങ്ങൾ അത് ശരിക്കും ചെയ്യേണ്ട രീതിയിൽ ചെയ്യാത്തത് കൊണ്ട് അടുത്ത 40 വർഷങ്ങൾ he was now tending the sheep of his father-in-law in a distant country. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് he was nearing 80 വയസ്സ്, ഓൾമോസ്റ്റ് നോ സെറ്റിൽ ഡൗൺ. ഇനി ഒന്നും ചിന്തിപ്പാനില്ല, ഇനി ഒന്നും പ്രവർത്തിക്കുവാനില്ല, ഇനി ഒന്നും സ്വപ്നം കാണുവാനില്ല. എൻ്റെ ജീവിതം ഇതിങ്ങനെയൊക്കെ ആയാൽ മതി, ഇനി ഇങ്ങനെയൊക്കെ വന്ന് ജീവിച്ച് പോയാൽ മതി എന്നുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു സമയം വന്നപ്പോൾ ഇതാ ദൈവം തൻ്റെ മനസ്സ് തുറന്ന് മോശയോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആ വേദഭാഗം ഒന്ന് പെട്ടെന്ന് വായിക്കാം. പുറപ്പാട് 3-ാം അധ്യായം. പുറപ്പാട് 3-ാം അധ്യായത്തിൽ 7 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സസ് 7 to 10. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിവിചാരന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലതുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. പ്രിയപ്പെട്ട ദൈവമേ, ദൈവജനമേ, ഇത് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതമാണ്. ശരിക്കും പറഞ്ഞ he had almost like no inclination at all. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി ജീവിതം അങ്ങ് അവസാനിച്ചാൽ മതി എന്ന് ഇരുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് now God is now appearing in a dramatic sense. മുർപ്പടർപ്പീന്ന്, burning bush, all of a sudden he hears a voice, ഒരു വ്യക്തമായ ഒരു വോയിസ്. ദൈവം സംസാരിക്കുമ്പോൾ അവിടെ വ്യക്തതയുണ്ട്. ദൈവം മോശയോട് പറയുക, മോശയെ, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ എന്ത് ചെയ്തു? ഞാൻ കേട്ടു. I have heard the cry of my people.
ഞാനിത് ക്രൈ മാത്രമല്ല കേട്ടോ, അബ്രഹാമിൻ്റെ സമയത്ത് തന്നെയും ദൈവം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എൻ്റെ ജനം എവിടെ ഇരിക്കും? അടിമത്വത്തിൽ എൻ്റെ ജനം 400 വർഷങ്ങൾ കഴിഞ്ഞുകൂടും. 15ാം തലമുറ വരുമ്പോൾ you know what, I will deliver them. You know what, all these things are there, these prophetical words and promises are all there. എന്നാൽ ഇപ്പൊ ദൈവം ഇത് ചെയ്തെടുക്കുവാൻ വേണ്ടി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്ത്, അല്ല വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവേല ചെയ്യുവാൻ ഒരു ആഗ്രഹവും ആ സമയം കാണിക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് വന്നിട്ടാണ് ദൈവം പറയുന്നത്, അങ്ങനെ മോശേ, ഞാൻ നിന്നെ ഫറവോന്റെ അടുത്തോട്ട് അയക്കുവാൻ ആഗ്രഹിക്കുന്നു. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മോശേ, എനിക്കൊരു വേല ചെയ്യേണ്ട ആവശ്യമുണ്ട്. എനിക്ക് എൻ്റെ ജനത്തിന് ഞാൻ അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം നിറവേറ്റുവാൻ വേണ്ടി ഇവരെ അടിമത്വത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോയി കാനാൻ ദേശത്തിലോട്ട് അവരെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഈ ആവശ്യം ചെയ്യുവാൻ, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കുവാൻ, മോശേ നീ എൻ്റെ കൂടെ നിൽക്കുവോ? മോശേ നീ എൻ്റെ കൂടെ നിൽക്കുവോ? Dear brothers and sisters, do you believe that God can speak even today? Maybe no. Serving God is not even in the distant framework of your mind right now. You're not even thinking about what? Serving God. You're not thinking about changing place. ഞാൻ അവിടെ കാണുന്നത് എന്തോന്നറിയോ? മോശ ഈ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ദൈവത്തിൻ്റെ ഈ ദൗത്യം ചെയ്യണമെങ്കിൽ മോശ അവിടുന്ന് പോകണം, ഇപ്പോൾ ഉള്ള സ്ഥലത്തിൽ നിന്ന് പോകണം, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മാറണം. അത് മാത്രമല്ല, ഈ വിളി എന്ന് പറയുന്നത് ആട്ടിടയനായിട്ട് ജോലി ചെയ്യുന്ന ഒരുത്തനെ ദൈവം വിളിച്ച്, എൻ്റെ ജനത്തിൻ്റെ ഇടയനായി ഞാൻ നിന്നെ ആക്കുവാൻ ആഗ്രഹിക്കുന്നു. ആർ യു വില്ലിങ്? ഞാൻ ആദ്യം ഒരു വാക്ക് പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ഇല്ലെങ്കിൽ, ഞാൻ പറയുന്ന പോലെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എന്തോ ചിന്തകൾ ഓടാൻ സാധ്യത ഉണ്ടെന്നോ, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഞാനിവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ വന്ന ആളാണ്. ഇവിടെ നിന്നൊന്നും ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അടുത്തൊരു 10 വർഷത്തേക്ക് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അടുത്തൊരു 20 വർഷത്തേക്ക് ഞാൻ എങ്ങോട്ടും ഇവിടെ നിന്ന് പോകുന്നില്ല. ഒരു പക്ഷേ ഞാൻ പറയട്ടെ, അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഇവിടെ. ബട്ട് ഐ വാണ്ട് ടു റിമൈൻഡ് യു, ഗാഡ് ക്യാൻ കം and speak to you very clearly. What is in his heart, what is in his mind. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നീ എനിക്ക് വേണ്ടി എൻ്റെ കാര്യം ചെയ്യുവാൻ നിനക്ക് ഐ വാണ്ട് ടു കമാൻഡ് യു. പ്രിയപ്പെട്ടവരെ, മോശ പറഞ്ഞ് ഒഴിവ് കഴിവുകളൊക്കെയും എക്സ്ക്യൂസസ് ഒക്കെയും നമുക്കറിയാമല്ലേ? എത്ര ഒഴിവ് കഴിവാണ് മോശ പറഞ്ഞത്? ഹൗ മെനി എക്സ്ക്യൂസസ്? He said, Lord, they won't believe me. ആരും എന്നെ വിശ്വസിക്കുന്നില്ല ദൈവമേ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരും എന്നെ വകവയ്ക്കത്തില്ല. ഒരു പക്ഷെ ഞാൻ ഇപ്പം വന്ന് നിന്റെ വിളി കേട്ട് ഞാൻ ഇപ്പോൾ ഉള്ള ജോലിയും കളഞ്ഞിട്ട് ഞാൻ വരുവാണെങ്കിൽ എന്നെ കളിയാക്കാനേ ആളുകളുള്ളൂ, എന്നെ സ്വീകരിപ്പാൻ ആൾക്കാരില്ല. എന്നിട്ട് മോശ പറഞ്ഞു, പിന്നെയും പറയുക, ചോദിച്ച കാര്യം എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ദൈവമേ, ഫറവോന്റെ മുമ്പിലൊക്കെ പോയി നിന്ന് നിന്റെ വാക്കുകൾ, നീ എന്നോട് പറയുന്ന വാക്കുകൾ അവരോട് പറയാനൊന്നും എനിക്കെന്തില്ല, എനിക്ക് അനുഭവമില്ല, എനിക്ക് കഴിവുമില്ല. I tell you, we don't have time to actually look through all the 5 excuses. 5 ഒഴിവ് കഴിവുകളാണ് വരിയായിട്ട് അടുക്കി പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇന്ന് this evening I want to remind you one thing. നമുക്ക് എത്ര ഒഴിവ് കഴിവുകൾ ഉണ്ടായാലും ദൈവസന്നിധിയിൽ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അതിന് എത്ര എക്സ്ക്യൂസസ് നമ്മുടെ മനസ്സിൽ ഓടിയാലും ദൈവം അതിൻ്റെയൊക്കെ അവസാനത്തിൽ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ
അതിനപ്പുറം നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് വാക്കാന്നറിയോ? മോശ പറഞ്ഞ ഒഴിവ് കഴിവുകളെല്ലാം ദൈവം കേട്ടു. കേട്ടിട്ട് ദൈവം പറഞ്ഞു, നിന്നെ ആരാടാ തനിച്ചു പോകാൻ പറഞ്ഞത്? ഹൂ ഈസ് സെൻഡിങ് യു അലോൺ? ആരാണ് നിന്നെ തനിച്ച് അയക്കുക എന്ന് പറഞ്ഞത്? ഐ ആം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ തനിച്ചല്ല പോകുന്നത്. എന്റെ ജോലി ചെയ്യുവാൻ, എന്റെ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുവാൻ, എന്റെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാ മോനെ നിന്നെ ഞാൻ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ വിളിക്കുവാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കർത്താവ് നമ്മെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ താൻ പറയുന്ന സ്ഥലത്തോട്ട്, താൻ പറയുന്ന ജോലി ചെയ്യുവാൻ വേണ്ടി ദൈവം നമ്മെ വിളിക്കുവാണെങ്കിൽ നമുക്ക് മടിക്കുവാൻ കാരണങ്ങളില്ലാട്ടോ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, യോനയുടെ ജീവിതം വായിച്ചു നോക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ എന്ത് വിളി വന്നോ അതേ വിളി തന്നെയാണ് 3-ാം അധ്യായത്തിലോട്ടും വന്നത്. പക്ഷേ ഈ 1-ാം അധ്യായത്തിനും 3-ാം അധ്യായത്തിനും ഇടയിൽ ഈ യോന കടന്നുപോയ ജീവിതമെന്ന് പറയുന്നത് പ്രയാസമേറിയ ഒരു ജീവിതമാണ്. ആരെയും പേടിപ്പിക്കാനൊന്നുമല്ല ഞാൻ ഇവിടെ പറയുന്നത്. ദൈവം അങ്ങനത്തെ ദൈവമല്ല. ദൈവം അങ്ങനത്തെ ദൈവമല്ല. ആരെയും പേടിപ്പിക്കാനൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളോട് ദൈവം സംസാരിക്കുന്നുണ്ടോ ഏതെങ്കിലും കാര്യത്തിനെക്കുറിച്ച്? കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട്, അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് ദൈവം പറഞ്ഞ് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് തള്ളിക്കളയല്ലേ. അത് തള്ളിക്കളയല്ലേ. Let me remind you of an amazing man of God. His story is always fascinating. But anyway, just he had to leave behind what he was doing. Moses, in answering God's call, ദൈവത്തിൻ്റെ വിളി കേട്ടപ്പോൾ അതുവരെ ചെയ്തിരുന്ന ആ ജോലി കളഞ്ഞിട്ട് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. It was a call to leadership. This was a call beyond his natural abilities. Lot of excuses. But then eventually God said, I will be with you. I will be with you. This is David Livingstone. Amazing chap. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തി. അപ്പനും അമ്മയ്ക്കും വലിയ വിദ്യാഭ്യാസം കൊടുക്കാനൊന്നില്ലായിരുന്നു. അതുകൊണ്ട് ഡേവിഡ് ലിവിങ്സ്റ്റൺ ഒരു കോട്ടൺ മില്ലിൽ ജോലി ചെയ്തിട്ടാണ് സമയം കിട്ടുന്ന സമയം ഇടയിൽ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം വായിച്ച് അങ്ങനെ പഠിച്ച വ്യക്തിയാണ്. ഈ കോട്ടൺ മില്ലിലൊക്കെ വലിയ റോളേഴ്സ് ഉണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ നടക്കുന്ന സമയമാണ്. ബിഗ് റോളേഴ്സ്. ആ റോളേഴ്സിൻ്റെ താഴെ ഈ താഴെ ഉള്ള ഫ്ലോറിനും റോളേഴ്സിൻ്റെ ഇടയ്ക്ക് ഇത്രേ ഗ്യാപ്പേ ഉള്ളൂ. വലിയവർ അതിൻ്റെ താഴെ പോയൊന്നും താഴെ വീഴുന്ന ഈ കോട്ടൺ ഒന്നും എടുത്തുകൊണ്ടിരാൻ പറ്റില്ല. അപ്പം ആ സമയത്ത് കൊച്ചു പിള്ളേരെയാണ് ഈ പണിക്ക് വയ്ക്കുന്നത്. ആ പണി ചെയ്താണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ പഠിച്ചത്. ഈ റോളറിൻ്റെ താഴെയൊക്കെ പോയി പഞ്ഞൊക്കെ ആ കോട്ടനൊക്കെ പറക്കി എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും. ഇത് ഒരാൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരാൾ വരുന്ന വരയ്ക്കും കയ്യിലുണ്ടായിരുന്ന പുസ്തകം പഠിക്കും. അങ്ങനെ ഒരു മെഡിക്കൽ ഡോക്ടറായി. മെഡിക്കൽ ഡോക്ടർ ആയതിനു ശേഷം തൻ്റെ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പാ ദൈവം എന്നെ ആഫ്രിക്കയിലോട്ടാണ് വിളിക്കുന്നത്. ഇതിന് കാരണമുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങളത് നല്ല രീതിയിൽ നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊക്കെ കാരണമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പൻ, ഈ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ അപ്പൻ വീട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തിയപ്പോൾ ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷകളൊക്കെ പറഞ്ഞാണ് വളർത്തിയത്. പഠിക്കാൻ കൊടുത്തത് ബയോഗ്രഫീസാണ്. ഇതൊക്കെ വായിച്ച് വായിച്ച് വളർന്ന ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ താൻ ഒരു ഡോക്ടറായി കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആഫ്രിക്കയാണ്. പ്രിയപ്പെട്ടവരെ, 16 വർഷങ്ങൾ ആഫ്രിക്കയിൽ ചെന്നിട്ട്
ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ടുഡേസ് ആഫ്രിക്ക ഇസ് നോട്ട് ദോസ് ഡേയ്സ് ആഫ്രിക്ക. ഇറ്റ് വാസ് കോൾഡ് as the darkest continent. Literally it was the darkest continent. There were thousands and thousands of villages totally unlit. അപ്പോൾ 16 വർഷത്തിന് ശേഷം ഒരു പ്രാവശ്യം തൻ്റെ ചർച്ചിൽ ഡേവിഡ് ലിവിങ്സ്റ്റനെ വിളിച്ചു വരുത്തിയിട്ട് അപ്പോൾ അവർ ഡേവിഡ് ലിവിങ്സ്റ്റനെ സംസാരിക്കുവാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. ഈ 16 വർഷം ആഫ്രിക്കയിൽ ജീവിതം എങ്ങനെയായിരുന്നു, എങ്ങനെ കർത്താവിനെ സേവിച്ചു, ഇതൊക്കെ അറിയാൻ വലിയ ആകാംക്ഷയാണ്. സോ ദേ കോൾഡ് ഹിം ആൻഡ് ദെൻ he stood there and shared his testimony for almost like 45 minutes or 1 hour. പക്ഷെ ഉണ്ടല്ലോ, ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ പ്രസംഗിക്കാൻ വേണ്ടി പുൾപിറ്റിലോട്ട് കടന്നു വരുന്നത് കണ്ടപ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റനെ കാണാത്തവരൊക്കെയും ഷോക്കായി. കാരണം ഇയാൾ ശരിക്കും പറഞ്ഞ ഇംഗ്ലണ്ടിൽ നിന്ന് പോണ ആൾ തന്നെയാണോ? കാരണം ശരീരം നോക്കുമ്പോൾ ഈവൻ ദ കളർ ഹാസ് ചേഞ്ച്ഡ്. ബൈ ദ ടൈം ഹിസ് ഷോൾഡർ വാസ് ബ്രോക്കൺ. സോ അതുകൊണ്ട് കൈ പൊക്കാൻ പറ്റില്ല, ഇങ്ങനെ നടന്നാണ് വരുന്നത്. ഒരു കാതിൽ കേൾവിയില്ല, ഒരു കണ്ണിന് പ്രശ്നമാണ്. More than 15 or 16 times he had deadly fevers. All that took a toll on his body. അപ്പോൾ ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ ഇങ്ങനെ നടന്നു വന്ന് അവരോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഡേവിഡ് ലിവിങ്സ്റ്റൺ ചോദിച്ചു, ഒരു പക്ഷെ നിങ്ങൾ ഇപ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. എന്താ, ഈ 16 വർഷം ഇത്രയും കഷ്ടതയുടെ ഇടയിൽ, ഈ അന്യദേശത്ത് അന്യജാതികളുടെ ഇടയിൽ എങ്ങനെ നീ പിടിച്ചു നിന്നു? അതിൻ്റെ ഉത്തരമാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞത്. ചരിത്ര ഏടുകളിൽ ഇതിപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്. ആ ചുമന്ന അക്ഷരങ്ങളിൽ എഴുതിയത് മാത്രം ഞാൻ വായിക്കട്ടെ. ഡേവിഡ് ലിവിങ്സ്റ്റൺ ഇങ്ങനെ പറഞ്ഞു, 16 വർഷത്തിന് മുമ്പേ ഈ സ്കോട്ട്ലൻഡിൽ നിന്ന് ദൈവവിളി കേട്ട് ദൈവം എന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞു അതിനു വേണ്ടി ഞാൻ പുറപ്പെട്ടു പോകയിൽ, ഈ ദൈവദാസൻ പറഞ്ഞു, മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം കോട്ട് ചെയ്തിട്ട് പറഞ്ഞു, a gentleman of great honor. That's how he addressed the Lord Jesus. The gentleman of great honor promised me that he will be with me always to the end of the world. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുവാണ്, എനിക്ക് ആരാന്നറിയത്തില്ല നിങ്ങൾ. I don't know who you are. I don't know what your circumstances are. I don't know what is going through your mind for several months. But I want to say one thing, based on God's word and the leading of the Holy Spirit. If there is anyone here who has been hearing the voice of God, ദൈവത്തിൻ്റെ വിളി കേട്ടിട്ട് ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ദൈവം പറയുന്ന വാക്കാണിത്, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. I will be with you till the end of the age, always. You can count on his word. You can count on his word. ലോകത്ത് ഞാൻ പറയട്ടെ, ഒരു മനുഷ്യനെയും നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. മനുഷ്യർ വാക്ക് പറഞ്ഞിട്ട് വാക്ക് എന്ത് ചെയ്യും? മാറും. പക്ഷേ ഒരിക്കൽ വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഒരിക്കൽ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ, ആ കർത്താവാണ് പറയുന്നത്, ഐ വിൽ ബി വിത്ത് യു ടിൽ ദ എൻഡ് ഓഫ് ദ ഏജ്. I want to ask you, is the Lord speaking to somebody over some time? Let me move on to the second character from the Old Testament. നെഹമ്യാവിൻ്റെ ജീവിതവും നമുക്ക് നല്ല പരിചയമുള്ള ഒരു ജീവിതമാണ്. 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളൊന്ന് വായിക്കുന്നത് നമുക്ക് കേൾക്കാം. നെഹമ്യാവ് chapter 1, the first 3 verses. നെഹമ്യാവ് 1:1-3 വരെ. ഹക്കല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം. 20-ാം ആണ്ടിൽ ക്ലീസേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും
യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വാക്യം കൂടെ വായിക്കും. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്താ? ഈ വർത്തമാനം കേട്ടപ്പോൾ, when I heard these things, നെഹമ്യാവ് ജീവിച്ചത് എവിടെയാണെന്നുള്ളത് നമുക്കറിയാം. യെരുശലേമിൽ നിന്ന് 1000 മൈൽ അപ്പുറമുള്ള ഒരു രാജാവിൻ്റെ അരൺമനയിലുള്ള പാനപാത്രക്കാരനാണ്, കപ്പ് ബെയറർ. A man who had an amazing job. A man who was very close proximity to the king. രാജാവിൻ്റെ അടുത്ത സ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ജീവിക്കുന്നത് എവിടെയായാലും, അന്തസ്ത് എവിടെയായാലും, ജോലി എന്തുവായാലും, താൻ ഒരു എബ്രയനാന്നുള്ളത് മറക്കാത്ത ഒരു വ്യക്തി. താൻ ഒരു എബ്രയനാന്നുള്ളത് മറക്കാത്ത ഒരു വ്യക്തിയാണ്. താൻ ആരാന്നുള്ളതും തൻ്റെ ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെയും അറിയാൻ താല്പര്യമുള്ള ഒരു വ്യക്തി. ഞാൻ ഈ 1-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നെഹമ്യാവ് ഇപ്പോൾ കേൾക്കുവാണ്, ഹനാനിയും ഇന്നും ചില ആൾക്കാരൊക്കെയും യെരുശലേമിൽ പോയിട്ട് അപ്പോൾ വന്നിരിക്കുവാണ്. അപ്പം അവരുടെ ഇടയിൽ പോയിട്ട് നെഹമ്യാവ് ചോദിക്കുക, അവിടെ ഉള്ള സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? ഇത് ചോദിക്കണമെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട് നെഹമ്യാവിൻ്റെ മനസ്സിൽ ജീവിക്കുന്നത് സൂസ പാലസിലായാലും ജോലി ചെയ്യുന്ന രാജാവിൻ്റെ പാനപാത്രക്കാരനായാലും മനസ്സിൻ്റെ ഉള്ളിൽ അവൻ ചുമന്നുകൊണ്ട് നടന്നത് എൻ്റെ ദൈവത്തിൻ്റെ രാജ്യം, ദൈവം വിളിച്ച് വേർതിരിച്ച ജനത്തിൻ്റെ അവരുടെ സ്ഥിതി എന്താണെന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ. ഞാൻ ആക്ച്വലി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഇന്ന് ഞാൻ സഹോദരനുമായിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് പോയപ്പോഴും ചില കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭാരതത്തിലെ സുവിശേഷകരണം, ആ ഇവാഞ്ചലൈസേഷന് വലിയൊരു പങ്ക് വഹിച്ചവരാണ് ഗൾഫുകാർ. ഇതിലൊരു സംശയമില്ല. വലിയൊരു പങ്ക് വഹിച്ചവരാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ എല്ലാവരും അങ്ങനെയാണോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ മനസ്സ് എവിടെയോ അവിടെയായിരിക്കും നമ്മുടെ പ്രവർത്തനം. നമ്മുടെ മനസ്സ് എവിടെയോ അവിടെയായിരിക്കും നമ്മുടെ ആഗ്രഹവും പ്രവർത്തനവും. പ്രിയപ്പെട്ടവരെ, നെഹമ്യാവ് ഒരു വലിയൊരു വെല്ലുവിളിയാട്ടോ. ഈ മനുഷ്യൻ ഈ വർത്തമാനം കേട്ടപ്പോൾ അവന് പിന്നെ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലി തുടർന്ന് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ചോദിക്കുക, നിന്റെ മുഖം ഇതുപോലെ ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. I have never seen you with such a saddened face. What happened to you? നിനക്ക് എന്ത് സംഭവിച്ചു? അതിന് നെഹമ്യാവ് പറയുന്ന ഒരു ഉത്തരം ഉണ്ട് കേട്ടോ. നെഹമ്യാവ് 2-ാം അധ്യായത്തിൽ പറയുക, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറ ഇരിക്കുന്ന സ്ഥലം ഇപ്പോഴും ഈ രീതിയിൽ അപമാന ചിഹ്നമായി കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഇത് നെഹമ്യാവിൻ്റെ മനസ്സാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഈ ഒരു മനസ്സ് നമുക്കുണ്ടോ? ഈ ഒരു മനസ്സ്, നമ്മൾ ജീവിക്കുന്നത് എവിടെയെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലി
അത് ഏതെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. എന്നാൽ നാം ദൈവരാജ്യത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ട്, ദൈവം നമ്മെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൗത്യമുണ്ട് എന്നുള്ള ആ ചിന്താഗതി പോലും ഇല്ലാതെ നാം ജീവിക്കുവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ലോകക്കാർക്കും ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ തമിഴിൽ ഒരു ചൊല്ല് പറയട്ടെ. ആരെങ്കിലും തമിഴരിവിടെ ഉണ്ടോ? ആരുമില്ലേ? തമിഴിൽ ഒരു ചൊല്ലുണ്ട്, വെന്തதை തിன்று വെറുമനെ വാഴ്ந்து വിധി വന്നാൽ സാവ്. എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം എന്തോ വേകുന്നത് കഴിക്കുക, വെറുതെ ജീവിക്കുക, ഒരു ദിവസം മരണം വരുമ്പോൾ എന്തുവാ? മരിക്കുക. ഇതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ. ഇതുപോലെ ജീവിക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട്, ഇതുപോലെ ജീവിക്കുന്ന വിശ്വാസികളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഹൗ ഡു യു റെസ്പോണ്ട് ടു എ കിങ്ഡം നീഡ് അറൗണ്ട് യു? ദൈവം നിങ്ങൾക്ക് ഒരു ദൈവരാജ്യത്തിലുള്ള ഒരു ആവശ്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ, നെഹെമ്യാവിന് അതാ സംഭവിച്ചത്. അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവം തൻ്റെ രാജ്യത്തിലുള്ള ഒരു വേല കാണിച്ചു, ഒരു പണി, തീർക്കാത്ത ഒരു പണി കാണിച്ചു. ആ പണി കണ്ടപ്പോൾ നെഹെമ്യാവ് പറഞ്ഞു, ദൈവമേ, കുറേ നാൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു, എടുത്തു ചാടിയൊന്നുമില്ല, കുറേ നാൾ അതിനെക്കുറിച്ച് മനസ്സിൽ കൊണ്ട് നടന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു കാര്യം ഉറപ്പാക്കി. 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വരുമ്പോൾ നെഹെമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ നെഹെമ്യാവ് പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ പോയി രാജാവിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കാൻ പോവുക. അവൻ്റെ മുമ്പിൽ നീ എനിക്ക് എന്ത് ചെയ്യണം? ദയവ് കാണിക്കണം. The decision is already made. I can't continue like this. ഒരുപക്ഷെ മോശയുടെ ജീവിതം കാണുമ്പോൾ മോശ എല്ലാം വിട്ടിട്ട് പോകേണ്ട വന്നു, താൻ ചെയ്ത ജോലിയൊക്കെ കളഞ്ഞിട്ട് പോകേണ്ട വന്നു. പക്ഷെ നെഹെമ്യാവിൻ്റെ കേസിൽ അതെല്ലാം നമ്മൾ കാണുന്നത്. അടുത്ത 12 വർഷം he had to make some adjustments. രാജാവിനോട് പറഞ്ഞു, രാജാവ് ചോദിച്ചു, എത്ര നാൾ നിനക്ക് വേണം? നിന്റെ ഈ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എത്ര മാസം നിനക്ക് ഒരു പക്ഷെ വേണം? എത്ര വർഷം നിനക്ക് വേണം? 12 വർഷം ഗവർണറായിട്ട് യഹൂദയിൽ ഗവർണറിന്റെ ജോലി ചെയ്തുകൊണ്ട് തന്നെയും കർത്താവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നെഹെമ്യാവ് ചെയ്തു. എല്ലാവരെയും ദൈവം ഒരേപോലെയല്ല വിളിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ദൈവം ഒരേ വിളിയല്ല കൊടുക്കുന്നത്. അതുപോലെ ഞാൻ പറയട്ടെ, ഒരിക്കലും ദൈവം എല്ലാവരെയും ഒന്ന് തൻ്റെ ശുശ്രൂഷയ്ക്ക് പൂർണ്ണ വേല ചെയ്യുവാൻ വേണ്ടി മിഷണറി ആയിട്ട് ഒരു ദൂര സ്ഥലത്തോട്ട് അയക്കുന്ന കാര്യം എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന ഒരു വിളിയല്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു പങ്കുണ്ട്. നെഹെമ്യാവിൻ്റെ പങ്കെന്ന് പറയുന്നത് തൻ്റെ ജോലിയോട് കൂടെ തന്നെയും എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണോ, 12 വർഷം അവിടെ പോയി നിന്ന് കാര്യങ്ങൾ ചെയ്തു, തിരിച്ചു വന്നു, തിരിച്ചു പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ തിരിച്ചും പോയി. ഫ്ലെക്സിബിലിറ്റി. ഇന്ന് ഞാൻ രാത്രി നിങ്ങളോട് ചോദിക്കുന്നത്, ദൈവം നിങ്ങളോട് തൻ്റെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ആവശ്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുവാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൺസേൺ ഉണ്ടോ? Are you concerned about God's work? നെഹെമ്യാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. He was concerned about them. He prayed about it. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, പല ദിവസം പ്രാർത്ഥിച്ചു. എന്നിട്ട് he responded by offering himself. So this evening, even as I wind up, I want to actually ask this question. Has the Lord brought before you some need in His kingdom? ദൈവരാജ്യത്തിൽ അതൊരു പക്ഷേ നിങ്ങളുടെ ലോക്കൽ സഭയിൽ തന്നെ ആകാം. ചിലപ്പോൾ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരു സുവിശേഷ വേലയെക്കുറിച്ചുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒമാനിലോ അല്ല GCCയിലോ എവിടെയോ ഉള്ള ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം. ദൈവരാജ്യത്തിനുള്ള ഒരു കാര്യം, ഒരു ആവശ്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവം നിർത്തുമ്പോൾ അതിന് നിങ്ങളുടെ പ്രതികരണം എന്താന്നുള്ളതാണ് ദൈവം ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ നെഹെമ്യാവ് അന്വേഷിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ മനസ്സുണ്ടോ?
പ്രിയപ്പെട്ടവരെ, ഞാനൊരു സംഭവം പറയട്ടെ. ഒരു ദൈവദാസനുണ്ടായിരുന്നു. ഹി വാസ് എ മിഷണറി ഇൻ ദ സെൻസ് ഹി വാസ് എ പ്രീച്ചർ. അമേരിക്കക്കാരനാണ്. 1947 ചൈനയിൽ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ചൈനയിൽ ചെന്ന് നമ്മൾ കൺവെൻഷനൊക്കെ നടത്തിയ പോലെ പല സ്ഥലങ്ങളിലും ഗോസ്പൽ മീറ്റിങ്സും ക്യാമ്പയിൻസൊക്കെ നടത്തി ഒത്തിരി പേര് കർത്താവിനെ കണ്ടെത്തുവാനൊക്കെയും കാരണമായി തീർന്നു. വലിയ സന്തോഷമുണ്ട്. ഈ സന്തോഷത്തിൻ്റെ ഇടയിലും ഈ ദൈവദാസൻ്റെ മനസ്സിനെ ഉടച്ച ചില കാര്യങ്ങളും കണ്ടു. പ്ലീസ് ലിസൺ ടു മീ. ഈ സുവിശേഷ വേലയിൽ തനിക്ക് ലഭിച്ച സന്തോഷത്തിൻ്റെ ഇടയിലും ചില ദുഃഖകരമായ കാഴ്ചകൾ താൻ ചൈനയിൽ കണ്ടു. ഒരു നേരം ആഹാരത്തിന് കെഞ്ചി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, കിടക്കാൻ പാർപ്പിടമില്ലാതെ തെരുവിൽ കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങൾ, ഇതൊക്കെ ഈ ദൈവദാസൻ കണ്ടിട്ട് മനസ്സിൽ വലിയ വിഷമം. അപ്പോൾ തൻ്റെ ഈ ശുശ്രൂഷ ക്യാമ്പയിൻ അവസാനിച്ച് അമേരിക്കയിലോട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പേ ഒരു സംഭവം സംഭവിച്ചു. യു ക്യാൻ ഗോ ആൻഡ് റീഡ് അബൌട്ട് ഓൾ ദിസ്. ഇറ്റ് ഈസ് ഓൾ ദെയർ അവൈലബിൾ. റെക്കോർഡഡ് ഹിസ്റ്ററിയാണ്. അപ്പോൾ താൻ തിരിച്ച് തൻ്റെ രാജ്യത്തിലോട്ട് അമേരിക്കയിലോട്ട് ട്രാവൽ ചെയ്യുന്നതിന് മുമ്പേ ഒരു കന്യാസ്ത്രീ, ഒരു കാത്തലിക് നൺ, വൈറ്റ് ജേഡ് എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച്, അവളുടെ പേരാണ് വൈറ്റ് ജേഡ്, ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന്, ഒരു ചെറിയ പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് ഈ ദൈവദാസൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, സർ, യു ബീൻ ഷെയറിങ് അബൌട്ട് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ സ്നേഹത്തിനെ കുറിച്ച് നിങ്ങൾ എന്തുവായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുഞ്ഞ് എൻ്റെ കെയർ ഓഫിലാണ്. കുറേ നാളായിട്ട് ഈ കുഞ്ഞ് എൻ്റെ കെയർ ഓഫിലാണ്. ഈ കുഞ്ഞിനെ തുടർന്ന് അതിനുള്ള സമ്പത്ത് എൻ്റെ കയ്യിലില്ല. സാറേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നടന്ന സംഭവം കേട്ടോ. ഒട്ടും പ്രതീക്ഷയില്ല. തൻ്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. അപ്പോൾ കിട്ടിയത് ഒരു $5 ബില്ലാണ്, $5 കറൻസി. എടുത്തിട്ട് ആ കന്യാസ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ച് ചെന്നിട്ട് എല്ലാ മാസവും ഈ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഞാൻ എല്ലാ മാസവും കാശയക്കാം എന്ന് പറഞ്ഞിട്ട് താൻ അവിടുന്ന് യാത്രയായി. എന്നാൽ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ, തൻ്റെ മനസ്സിൽ താൻ കണ്ട ഈ കാഴ്ചകൾ തന്നെ ഉറങ്ങാൻ വിട്ടില്ല. You know what happened? This was the man, okay, the man whom you see on the screen. He was a powerful preacher of the gospel by name Bob Pierce. അപ്പോൾ ഈ ദൈവദാസൻ തിരിച്ച് തൻ്റെ അമേരിക്കയിലോട്ട് തിരിച്ചു വന്നപ്പോൾ താൻ വിചാരിച്ചു ഈ കണ്ട കാഴ്ചയൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നു, സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കണ്ടതൊന്നും എന്ത് ചെയ്യുന്നില്ല, മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. തിരിച്ചു വന്നിട്ട് തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു ഈ വാക്കാണ്, ലെറ്റ് മൈ ഹാർട്ട് ബി ബ്രോക്കൻ വിത്ത് ദ തിങ്സ് ദറ്റ് ബ്രേക്ക് ദ ഹാർട്ട് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഹൃദയത്തിനെ ഉടയ്ക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിനെ എന്ത് ചെയ്യട്ടെ, ഉടയ്ക്കട്ടെ. You want to know who this man is? Many of you would have heard about World Vision, one of the largest humanitarian, Christian, evangelical humanitarian organization the world has ever seen. They have worked in almost 175 countries. ഇന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗവൺമെൻറ് വന്നത് പിന്നെ ഈ വേൾഡ് വിഷൻ്റെ പ്രവർത്തനം നിന്നപ്പോൾ ഞാൻ അറിഞ്ഞത് ഏകദേശം 2,50,000 കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് മുടങ്ങിയത്. They had wide network all across. You see that small child that he is holding? വിയറ്റ്നാമിൽ ഒരു പ്രാവശ്യം താൻ പോയപ്പോൾ തൻ്റെ കയ്യിൽ ആരോ കൊടുത്ത ഒരു കുഞ്ഞാണ്. How do we respond to the needs that God brings to our minds?
ഞാനതാ ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ദൈവം പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, ഇല്ലയെന്ന് നമ്മൾ ആരും പറയണ്ട. അത് ഇവിടെയാണോ, നിങ്ങൾ വാട്സപ്പിൽ കണ്ടതാണോ, ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും സുവിശേഷം പറഞ്ഞ് കേട്ടതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ട്രിപ്പിൽ പോയപ്പോൾ നിങ്ങൾ കണ്ടതാണോ, ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ദൈവം നിങ്ങളോട് വ്യക്തമായിട്ട് ചില കാഴ്ചകൾ നിങ്ങളെ കാണിച്ചിട്ട്, ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചിട്ട് അതിനുവേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ദൈവമേ ഇതിൽ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ദൈവമക്കളെ, ഈ ലോകത്തിലുണ്ടല്ലോ, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വേല ഇത്ര മഹത്വമേറിയ രീതിയിൽ നടക്കുവാനുള്ള കാരണം സഭയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ, ആവശ്യങ്ങൾ ദൈവം കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തുമ്പോൾ ദൈവമേ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നവർ. ഞാൻ പറയട്ടെ, നെഹമ്യാവിനെ മോശയെ വിളിച്ചതുപോലെ വിളിച്ചോ? ഇല്ല. മോശയ്ക്ക് ഡയറക്റ്റായിട്ട് ഒരു കോള് കൊടുത്തതുപോലെ നെഹമ്യാവിന് കോള് കിട്ടിയോ? ഇല്ല. ദൈവം ഒരു ആവശ്യം കൊണ്ടുവന്ന് തൻ്റെ മുമ്പിൽ നിർത്തി ഇതിനെക്കുറിച്ച് മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് ചെയ്യുവാൻ താൻ മുമ്പോട്ട് വന്നു. I can go on and on and on and on and tell you real incidents throughout this night. People who responded to God's call. Today many of us are reaping the benefits of that. Today, directly or indirectly, many of us are reaping the benefits of the people who responded to the need that God showed them. And I want to just take you through one more passage and we'll quickly run through and get over this. മോശയെ വിളിച്ചത് ദൈവം ഒരു രീതിയിലാണ്, നെഹമ്യാവിന് തൻ്റെ ഹിതം മനസ്സിലാക്കി കൊടുത്തത് ഒരു രീതിയിലാണ്. മൂന്നാമതായിട്ട് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് രണ്ടുപേരെയാണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അറിഞ്ഞ ആൾക്കാരാണ്, മൊർദെഖായും എസ്തറും. മൊർദെഖായും എസ്തറും. ആ പുസ്തകത്തിൽ ദൈവം എന്നുള്ള വാക്ക് പോലും എന്തുവാ ഇല്ല. നമുക്കറിയാം അല്ലേ, ദർ ഇസ് നോ വേർഡ് ഗോഡ് ഇൻ ദ ബുക്ക്. ദൈവം എന്നുള്ള വാക്കില്ലാത്ത പുസ്തകത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച രണ്ടുപേരുടെ പേരാണിത്, മൊർദെഖായും എസ്തറും. മൊർദെഖായി എന്താ ചെയ്തത്? അധിക സമയം ഞാൻ എടുക്കുന്നില്ല. നമുക്കറിയാം മൊർദെഖായി എന്താണ് ചെയ്തത്. താൻ ഒരു കാര്യം അറിഞ്ഞു, ദൈവ മക്കൾക്ക് ഹാമാനിൽ കൂടെ വരുന്ന വലിയ ഒരു അബദ്ധം, ഒരു ദുരന്തത്തിനെ കുറിച്ച് താൻ അറിഞ്ഞ് താൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇത് ഞാൻ എസ്തറിനെ അറിയിച്ചേ മതിയാവുള്ളൂ. ഞാൻ ആ വേദഭാഗം വായിച്ചപ്പോൾ, ഇന്നും ഞാൻ വായിച്ചപ്പോൾ, പുള്ളിക്കാരൻ ഒരു സാക്ക് ക്ലോത്ത് അല്ലേ, സാക്ക് ക്ലോത്തിന് മലയാളത്തിൽ എന്ന് പറഞ്ഞേ റെട്ടുടുത്തി അല്ലേ, ഒരു ഇറ്റ്സ് എ സൈൻ ഓഫ് മോർണിംഗ് ഇല്ലേ. ഒരു മരണ വീട്ടിൽ ഒരാൾ കടന്നു പോകുമ്പോൾ ഇടുന്ന ഒരു ഡ്രസ്സൊക്കെയാണ് സാക്ക് ക്ലോത്ത്. ഇട്ടിട്ട് അവിടെ പോയി ഈ എസ്തർ ഉള്ള അരൺമനയുടെ എവിടെയോ പോയി നിന്നിട്ട് പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലും ഇത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പൊ അറിയിച്ചു കഴിഞ്ഞപ്പോൾ എസ്തർ അവിടുന്ന് തുണി കൊടുത്തു വിടുക. എസ്തർ അവിടുന്ന് എന്ത് ചെയ്യുക, ഒരു പക്ഷേ മൊർദെഖായിന് നല്ലൊരു ഡ്രസ്സ് കൊടുത്തു വിടുക. മൊർദെഖായി മനസ്സിൽ ചിന്തിച്ചു കാണും, എസ്തറെ എനിക്ക് തുണിയില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്, എനിക്ക് സ്വന്തമായിട്ട് തുണിയില്ലാത്തത് കൊണ്ടല്ല എസ്തറെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മുടെ ജനം, our people are in danger and something has to be done. എസ്തർ പറഞ്ഞത് നമുക്കറിയാം. എസ്തർ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ് അല്ലേ. എസ്തർ പറഞ്ഞു, രാജാവ് വിളിക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പോകാൻ പറ്റില്ല. കഴിഞ്ഞ 30 ദിവസം എന്നെ എന്ത് ചെയ്തിട്ടില്ല, വിളിച്ചിട്ടുമില്ല. ആ സമയത്ത് പറയുന്നൊരു വാക്ക്, ഐ ടെൽ യു, വി ഓൾ നോ ദാറ്റ്. എസ്തറോട് പറഞ്ഞൊരു വാക്കുണ്ട്, എസ്തറെ, ദിസ് ഈസ് യുവർ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. എന്തോ അതിൻ്റെ അർത്ഥം എന്നറിയോ? എസ്തർ, if you are going to hesitate now, don't think God will not deliver his people. ദൈവം തൻ്റെ ജനത്തെ എന്ത് ചെയ്യും, വിടുവിക്കും.
പക്ഷെ നിനക്കതിലെത്തില്ലാണ്ട് പോകും, ഒരു പങ്കില്ലാണ്ട് പോകും. ഞാനിത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ ഒരു ദിവസം നാം എത്തുമ്പോൾ, ശരിക്കും പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവിടെ വന്ന് പങ്ക് ലഭിച്ചവരും പങ്ക് ഇല്ലാത്തവരുമായിട്ടുള്ളൊരു വ്യത്യാസം വന്ന് കാണുമ്പോൾ അന്ന് നമ്മുടെ പലരുടെയും മനസ്സ് ഇടിക്കും. എന്തോർത്തിട്ടാണെന്നറിയോ? എനിക്കന്ന് പങ്ക് കിട്ടാനുള്ള അവസരമുണ്ടായിരുന്നു, അത് ഞാൻ എന്ത് ചെയ്തു? കളഞ്ഞു. മൊർദെഖായി ഓർപ്പിക്കുന്നുണ്ട്, ഹൂ നോസ്, God has raised you for such a time like this. ദൈവമക്കളെ, മൊർദെഖായിൻ്റെയും എസ്തറിൻ്റെയൊക്കെ ശുശ്രൂഷ എന്ന് പറയുന്നത് ചെറിയ ശുശ്രൂഷയാണ്. മോശയെ പോലെ ലീഡൊന്നും ചെയ്തില്ല, നെഹമ്യാവിനെ പോലെ മതിലൊന്നും പണിഞ്ഞില്ല. പക്ഷെ ഇവരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് അവരെ പോലെ തന്നെയും മോശയെ പോലെ തന്നെയും നെഹമ്യാവിനെ പോലെ തന്നെയും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത്രയും വിലയേറപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഇവരാകെ ചെയ്തെന്താണെന്നറിയോ? മൊർദെഖായി അറിയിക്കേണ്ടവരെ കണ്ട് അറിയിച്ചു. എസ്തർ പറയുന്ന വാക്കുണ്ട്, മൊർദെഖായി നീ പ്രാർത്ഥിക്കണം, എന്നെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങളെല്ലാം പോയി പ്രാർത്ഥിക്ക്, ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇഫ് ഐ പെരിഷ് ഐ പെരിഷ്, ഞാൻ മരിക്കേണ്ട വന്നാൽ ഞാൻ മരിക്കട്ടെ, പക്ഷെ നിങ്ങളെല്ലാവരും പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് അത്രയേ ഉള്ളായിരുന്നു. ദേ ആർ നോട്ട് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്. മൊർദെഖായി and Esther, they are not what? Front line workers. But their role in God's kingdom is also so special. അന്ന് ഈ മൊർദെഖായും എസ്തറും അവർക്ക് ദൈവം കൊടുത്ത ആ ദൗത്യം ചെയ്തില്ലായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവർത്തിക്കും, പക്ഷെ എന്നാൽ അവർക്ക് ആ പങ്ക് ലഭിക്കത്തില്ല. I see a lot of mothers here. Maybe now some of you are wondering, what is your role in mission? Maybe some of you are now just thinking, എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? ദൈവം എനിക്കെന്താണ് റോള് വെച്ചിരിക്കുന്നത്? ഞാൻ ഈ എസ്തറിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാനിങ്ങനെ ഒരു കാര്യം മാത്രം ഒന്ന് ഓർപ്പിച്ചിട്ട് പോട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ എസ്തറിനെ കുറിച്ച് ചിന്തിക്കുന്ന അതേ സമയം I also want to tell you about another person whose name is Susanna Wesley. 19 മക്കളുടെ അമ്മയാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ 7 മക്കളും 10 മക്കളിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. 19 മക്കളുടെ അമ്മ, അതിൽ 4 എണ്ണം മരിച്ചുപോയി, 15 എണ്ണം ജീവിച്ചു. അപ്പോൾ ഈ ദൈവദാസിക്ക് ഭർത്താവ് വെസ്ലി, ഇത് ജോൺ വെസ്ലിയുടെയും ചാൾസ് വെസ്ലിയുടെയും അമ്മയാണിത്, സുസന്ന വെസ്ലി. സാമുവൽ വെസ്ലിയാണ് ഭർത്താവ്, ഒരു സുവിശേഷകനാണ്. താൻ ഇവിടെ തൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി താൻ അവിടെ ഇവിടേക്ക് നടക്കും. 15 മക്കളുടെ അമ്മ എന്ന് പറയുമ്പോൾ അവൾക്കാകെ ജീവിതം എന്ന് പറയുന്ന വീടാണ്. There's nothing else. You can't think of anything else. Only what? House. 15 പേർക്ക് ഷാപ്പാടുണ്ടാക്കി കൊടുക്കുക, ലോണ്ട്രി, ഇതാണ് ജീവിതം. But you know what? She considered herself having a role in God's mission. ചെയ്ത കാര്യമാണ്, പറയട്ടെ, ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ആ വീട്ടിൽ ഒവ്വൊരു കുഞ്ഞിനെയും കിടക്കയിൽ കിടത്തിയിട്ട് രാത്രി പോയി മുട്ടുകുത്തി ഒവ്വൊരു കുഞ്ഞിൻ്റെ തലയിലും കൈ വെച്ചിട്ട് ഈ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞിന് നല്ല പഠിത്തം തരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമല്ല, ഈ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, നിൻ്റെ രാജ്യത്തിന് ഈ കുഞ്ഞെന്ത് ചെയ്യണം? ഉപയോഗിക്കപ്പെടണം. വെറുതെ അല്ലട്ടോ ആ ചെറിയ വീട്ടിൽ നിന്ന് ഇംഗ്ലണ്ടിനെ മാറ്റിയെടുത്ത 2 ദൈവദാസന്മാർ അവിടെ നിന്ന് വന്നത്, ജോൺ വെസ്ലി ആൻഡ് ചാൾസ് വെസ്ലി. ഈ അമ്മയുടെ പ്രാർത്ഥന, ഈ അമ്മയുടെ കണ്ണുനീര്, ദൈവരാജ്യത്തിന് തനിക്കും ഒരു പങ്ക് വേണം എന്നുള്ള ഒരു ചിന്താഗതി. ഒരെണ്ണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ ജോൺ വെസ്ലി ആണ് ഈ അമ്മയെ നോക്കിയത് ലാസ്റ്റിൽ. അപ്പോൾ ഈ സാമുവൽ വെസ്ലി ഭർത്താവ് മരിച്ചു.
മരിച്ചു കഴിഞ്ഞപ്പോൾ ജോൺ വെസ്ലിക്ക് അമ്മയെ നോക്കേണ്ട ആ ഒരു കടപ്പാട് വന്നു. അപ്പോൾ ജോൺ വെസ്ലി അതിനു മുമ്പേ ഒരു മിഷണറി ആയിട്ട് പോകാൻ വേണ്ടി ഒരു ഓർഗനൈസേഷനിൽ പേര് കൊടുത്ത ഒരാളാണ്. ഇപ്പം അപ്പൻ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ വെസ്ലി പറഞ്ഞു, എൻ്റെ അമ്മയെ നോക്കേണ്ട കടപ്പാട് എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ മിഷണറി കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മിഷണറി ഏജൻസിക്കാർക്ക് ഒരു കാര്യം അറിയാം, ഈ അമ്മ സാധാരണ ഒരു അമ്മയല്ല, ഈ അമ്മ ഒരു സാധാരണ അമ്മയല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, അമ്മ എന്ത് പറയും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കേൾക്കാം. അമ്മ പറയുക എൻ്റെ മോൻ കൂടെ ഇവിടെ ഉണ്ടാകണം എന്ന് അമ്മ പറയുവാണെങ്കിൽ കുഴപ്പമില്ല. ഐ ടെൽ യു, ലുക്ക് അറ്റ് ദ വേർഡ്സ് ദെയർ. ദിസ് ഇസ് വാട്ട്. അവർ പോയി ഈ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മേ, ജോൺ വെസ്ലി പണ്ട് ഒരു മിഷണറിയായി പോകാൻ വേണ്ടി കമ്മിറ്റ് ചെയ്തതാണല്ലോ, ഇപ്പം അമ്മ ഇങ്ങനെ തനിച്ചായതുകൊണ്ട് അമ്മയ്ക്കൊരു കൂട്ടായിട്ട് അവൻ നിൽക്കണമെന്ന് ചിന്തിച്ച് മിഷണറി ആയിട്ട് ഇപ്പോൾ പോണ്ടാന്ന് ചിന്തിക്കുന്നു, അമ്മ എന്ത് പറയുന്നു? വായിക്കുക. Had I 20 sons, I should rejoice if they were all in missions, though I should see them no more. എന്തൊരു അമ്മയാ! എനിക്ക് 20 കുഞ്ഞുങ്ങൾ ഉണ്ടായാലും ആ കുഞ്ഞുങ്ങളൊക്കെയും ദൈവരാജ്യത്തിന് വേണ്ടി പോയിട്ട് അവരെ ഒരിക്കലും തിരിച്ച് കാണാൻ എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലും ഞാൻ അതിലെന്ത് ചെയ്യും? സന്തോഷിക്കും. ഒരു അമ്മയുടെ റോള് ചെറുതല്ല കേട്ടോ. ഒരു അമ്മയുടെ റോളും ഒരു അപ്പൻ്റെ റോളും ചെറുതല്ല. ഒരു പക്ഷെ നമുക്ക് ഫ്രണ്ട് ലൈനിൽ നിൽക്കാൻ ഒരു പക്ഷേ ആ ഒരു പ്രാഗൽഭ്യമോ അല്ലെങ്കിൽ ആ വിളി നമുക്കില്ലാണ്ട് പോയാലും, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓർക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ഒരു റോളുണ്ട്. ആ ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തി, ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്നെക്കൊണ്ട് ദൈവമേ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സോടെ, തുറന്ന മനസ്സോടെ ദൈവത്തോട് ചോദിക്കുവാണെങ്കിൽ, ഐസിയ അന്ന് പറഞ്ഞ പോലെ, ഹിയർ ഐ ആം ലോർഡ്, ഹിയർ ഐ ആം, എന്നെ അയക്കുക, അല്ലെങ്കിൽ ദൈവമേ ഞാൻ എന്നെ വിട്ടുകൊടുക്കുന്നു, നിന്റെ ഹിതം എന്തോ അത് നടക്കട്ടെ എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കൊണ്ട്, ഒരു മനുഷ്യനെ കൊണ്ട് ദൈവം ചെയ്യുന്ന പ്രവൃത്തി അവൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ലേബറിങ് ടുഗെദർ വിത്ത് ദ ലോർഡ്. കർത്താവിനോട് കൂടെ ചേർന്ന് അധ്വാനിക്കുവാൻ, കർത്താവ് ചെയ്യുന്ന മഹത്വമേറിയ ആ ജോലി, വേല ചെയ്യുവാൻ നമ്മയും ദൈവം എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. നമുക്ക് ദൈവകരങ്ങളിൽ തന്നെ താഴ്ത്തി ദൈവത്തോട് ചോദിക്കാം, ലോർഡ് വാട്ട് ഈസ് മൈ റോൾ, ഐ വാണ്ട് ടു ഫുൾഫിൽ ദാറ്റ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവവചനം നാം കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.